ചേട്ടാ ഇത് ക്ലോസറിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്ന ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കളക്ഷനാണ്. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം തന്നെ യുണീക്ക് സ്റ്റൈൽസ് ഉണ്ട്. ഓരോ പീസിനും ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ഫാബ്രിക്കും വേരിയേഷൻ വരുന്നുണ്ട്. വിസ്കസ് ഓർഗൻസ ഇടുമ്പോൾ ഉള്ള ഒരു സ്റ്റൈലിങ്ങും ഒക്കെ വ്യത്യാസം. ഇപ്പം ഗൗരി വെയർ ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രിന്റഡ് പാറ്റേൺസിലുള്ള കുർത്തീസ്. അന്ന് അതിനകത്തൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ്. നെക്ക് ലൈൻ ഒന്ന് ക്ലോസറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ബീഡ്സിൻ്റെ സെൽഫ് കളറിലുള്ളൊരു ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ആ ഫ്ലവേഴ്സിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഗോട്ടയുടെ ഒരു ഫ്ലോറൽ പാറ്റേണും ഒക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ്. പക്ഷെ നല്ല രസമായിട്ടാണ്. അത് സീക്വൻസ് ആണ്, അതൊരു മെറ്റാലിക് ലുക്ക് കൊടുത്തിട്ടുള്ള സീക്വൻസ്, ഫ്ലോറൽ സീക്വൻസ് ഫുള്ള് വരുന്നത്. അത് നമ്മുടെ ടെക്സസ് സാരീസിലൊക്കെ നമ്മൾ വീവ് ചെയ്ത് വരുന്ന മെറ്റൽ പീസ് പോലത്തെ സീക്വൻസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ. ഇപ്പം ഗൗരി വെയർ ചെയ്തേക്കുന്ന സൈസ് തന്നെയാണെങ്കിലും ഭയങ്കര ഒരു മീഡിയമാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. നല്ല കംഫോർട്ട് സ്റ്റൈലിൽ എന്നാൽ ലൂസ് ഫിറ്റിലും ആണ് വന്നേക്കുന്നത് അല്ലേ. നേരെ ഇട്ടുകൊണ്ട് പോകാമല്ലോ. സുഖമാണ്. നല്ല ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അപ്പം അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നായിട്ട് ഇവർ വെയർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയ്ക്കകത്ത് ഓടിച്ചെല്ലാം ഒന്ന് കണ്ടുപോകാം. 1 by 1 ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം. അപ്പം അതിനകത്ത് ഫോട്ടോസ് നോക്കാം കേട്ടോ. ഒരു നിന്നിട്ട് കാണിച്ചു തരാം. ഇത് നെക്സ്റ്റ് വൺ വൈറ്റ് ബേസ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മസ്ലിൻ ഫിനിഷ് ആണ്. ദുപ്പട്ട ഷിഫോൺ ആണ്, ബോട്ടം സെറ്റൂണും ആണ് കേട്ടോ. ഇത് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് ലുക്കാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടിരുന്നതിന്റെ പോലെ തന്നെ എന്നാൽ ഒരു നെഗറ്റീവ് പ്രിന്റിംഗ് പാറ്റേൺ സ്റ്റൈലിലാണ് അതിന്റെ ഫുൾ. വൈറ്റ് ആണ് ഞാൻ ഇട്ടേക്കുന്ന ക്രീമാണ്. സ്ലീവ്സ് ട്രാൻസ്പെറന്റ്. ഇതിനകത്തും ലൈനിങ് സ്ലീവ്സിന് വരുന്നില്ല. ടോപ്പ് ലൈൻഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ്. ഇതിനകത്ത് സെറ്റൂൺ ലൈനിങ് ആണ്. ആൻഡ് FW216 എന്ന കോഡിലാണ് 3219 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ട. ഇത് ഭയങ്കര വൈഡ് ദുപ്പട്ടാസ് അല്ല, ഇതിന്റെ കൂടെ ഷോർട്ടർ ദുപ്പട്ടയാണ്. ഏകദേശം നമ്മുടെ സ്ലീവ്സിന്റെ ലെങ്ത് 22, 25, 30 ഇഞ്ചിനുള്ളിൽ നിൽക്കുന്ന വിഡ്ത്തിലും ആൻഡ് ഷോർട്ടർ 2 മീറ്റർ ദുപ്പട്ടാസുമാണ്. വൺ സൈഡിൽ ദുപ്പട്ട വേണം എന്ന് തോന്നുന്നവർക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ദുപ്പട്ട സ്റ്റൈലാണ്. ഈസി എന്ന് വെച്ചാൽ ഇതിപ്പോ ഇപ്പൊ പലർക്കും അങ്ങനെ ദുപ്പട്ട മസ്റ്റ് അല്ല, പക്ഷെ ഒരു സ്റ്റൈൽ പാർട്ടായിട്ട് നമ്മൾ അതിന്റെ സ്റ്റൈലിംഗ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ദുപ്പട്ടാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈലിംഗ് പാറ്റേൺ ആണ്. ആദ്യം ഇതങ്ങ് മേടിച്ചോട്ടോ മോളെ. ഇതിന്റെ ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ഫ്ലാറ്റ് ഫ്രണ്ടും ഫിനിഷിങ്ങും വന്നിരിക്കുന്നത്. വിത്തൗട്ട് പോക്കറ്റ്സ് ആണ് കേട്ടോ. ഇത് ഇച്ചിരിയും കൂടി ഒരു പ്രീമിയം പാർട്ടി ലുക്കിന് പറ്റിയതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീലും കൂടെ നമ്മുടെ ട്രഡീഷണൽ ബനാറസി സൽവാർ സെറ്റ്സിലൊക്കെ വരുന്നത് പോലത്തെ എന്നാൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നെക്ക് ലൈൻ. ജ്വല്ലറി പോലും പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ലൊരു വലിയ ഇയറിംഗ് മാത്രം പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ടിഷ്യൂ ബേസ് ആണ്. ബ്രൊക്കേഡ് സെൽഫ് വീവിംഗ് പാറ്റേണിലുള്ള ബ്രൊക്കേഡ് ഫിനിഷിംഗ്. ലോവർ എൻഡിൽ നല്ല തിക്കായിട്ടുള്ള ബോർഡർ സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ്. ഗോട്ട വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ത്രെഡിന്റെയും പിന്നെ ഇത് മിറർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ട പോലെ തന്നെ ഒരു ഫിലിമാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ മിററിന്റെ ഒരു ഫീൽ കൊടുത്ത് ചെയ്തേക്കുക. ഇത് കണ്ടോ ബാന്തിനി സ്റ്റൈൽ ദുപ്പട്ട. ഞാൻ കുറച്ച് നേരമായിട്ട് ഇത് കണ്ടോ എന്ന് ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബാന്തിനിയിൽ ബനാറസി ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളതാണ്. ഇതും സ്ക്രീൻ പ്യുവർ ക്രേപ്പ് അല്ല, സെമി ക്രേപ്പ് മെറ്റീരിയൽ ആണ്. എഡ്ജസ് ഫോൾഡ് ചെയ്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബോഡിയിലും ഫുള്ളായിട്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടാസ് വരുന്നുണ്ട്. ബനാറസി സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. രസമുള്ള കോമ്പിനേഷൻ. ബോട്ടത്തിലും ലോവർ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ സ്റ്റൈൽസ് എനിക്ക് പെട്ടെന്ന് ഈ കരിഷ്മയും കരീനയും ഒക്കെ ഇടുന്ന ആ ഒരു സ്റ്റൈൽ അവരുടെ സ്റ്റൈലാണ് കേട്ടോ. ശരിക്കും ഫെസ്റ്റീവ് ലുക്സിന്റെ അകത്തും ദിവാലി അല്ലെങ്കിൽ പൂജ ടൈം അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ലുക്ക് സ്റ്റൈലാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് അടുത്തൊരു പീസ് വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സെമി ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സ്റ്റൈൽ. 45 to 46 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ ടോപ്പ് തന്നെയാണ് ഇതും വരുന്നത്. ചെറിയൊരു ക്രഷ്ഡ് ഫീൽ ഉണ്ടല്ലേ. സ്ലൈറ്റ്ലി ആ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ക്രഷ് കാണാൻ പറ്റത്തില്ല. എന്നാലും നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു സ്ലൈറ്റ് ക്രഷ് ടെക്സ്ചർ അവിടെ. അത് വീവിങ്ങിന്റെ ഒരു പ്രത്യേകത കാരണം വരുന്നത്. ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്ത്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടും ബുള്ളിയൻ നോട്ട്സും വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഗ്രീൻ ആൻഡ് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഷുഗർ ബീഡ്സും സീക്വൻസും കഡ്ദാനി. സ്ലീവ് ലൈൻഡ് അല്ല, ടോപ്പ് കോട്ടൺ ലൈനിങ് ആണ്. സെറ്റൂൺ ബോട്ടാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ഷോർട്ട് ദുപ്പട്ട വിത്ത് ബ്യൂട്ടിഫുൾ പ്രിന്റ്. ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നതും ടിഷ്യൂല് തന്നെയാണ്. സെയിം ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ്. ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ്. നല്ല കോമ്പിനേഷൻ ആണ് അതിൻ്റെയൊക്കെ.
ഇത് വേറെ ടോട്ടലി ഡിഫറെന്റ് ഒരു ലുക്ക് അല്ലേ? അതെ, എംപയർ പാനലില് ഇത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ മാറിയല്ലേ. അല്ല മീൻ നമ്മുടെ വ്യൂവേഴ്സിനും അതാണ് കാണേണ്ടത്, എപ്പോഴും ഡിഫറൻസ് വേണം. അതെ, ഇത് നമുക്കൊരു ചന്തേരി ഫിനിഷിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്, ചന്തേരി കോട്ടൺ. അതെ, ചന്തേരി കോട്ടൺ ഫാബ്രിക്കിനകത്ത് വിത്തൗട്ട് ലൈനിങ്ങിന്റെ സ്ലീവ്സും ഓർഗൻസ ലേസ് കൊടുത്തിട്ടുണ്ട്. ഓർഗൻസ ആണ് ഇവിടെ ഫ്ലോറൽ ഡീറ്റെയിലിംഗ് വരുന്നത്. ലോവറിലും കൊടുത്തിട്ടുണ്ട്, അതേ എംബ്രോയിഡറി തന്നെ ഐലിറ്റ് പാറ്റേണിലും ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്തു. ഇവിടെ ഒരു ലേസ് ട്രിം കൊടുത്തിട്ടാണ് എംപയർ പാനൽസ് ജോയിൻ ചെയ്തേക്കുന്നത്. ഒരു നല്ലൊരു ബ്രോഡ് നെക്ക് ലൈൻ ആൻഡ് നല്ലൊരു കളർ പാലറ്റുമാണ്. ഇറ്റ്സ് നല്ലൊരു ഡിസൈനർ കുർത്ത ആണ് കേട്ടോ. ഫുൾ ഇലാസ്റ്റിക് വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ഓർഗൻസ ദുപ്പട്ട, എഡ്ജ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ക്രോഷോ ലേസി തന്നെ ഷോർട്ട് ദുപ്പട്ടയാണ്. ഈവൻ ദുപ്പട്ട വിത്തൗട്ട് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. കളർ ഓപ്ഷൻസ് വൈസ് നല്ല രസമുള്ളൊരു സെറ്റ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇച്ചിരിയും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് അല്ലെങ്കിൽ ഒരു പഞ്ചാബി ടച്ച് കൂടുതലായിട്ട്. കളർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് നല്ല വൈബ്രന്റ്, പക്ഷെ എന്നാലും നല്ലൊരു ഇപ്പൊ ഇത് ആക്ച്വലി ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ പ്രിഫർ ബിക്കോസ് നമുക്കൊരു ഒക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഫോട്ടോസിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നല്ല കളർ പാലറ്റ് ആക്ച്വലി. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ്. മസ്ലിൻ തന്നെയാണ്. എന്നിട്ട് ഫ്രഞ്ച് നോട്ടും പീട്ട വർക്കിന്റെ ഒരു ഗോട്ട പീട്ട ഫീല് കൊടുത്തിട്ടുണ്ട് അല്ലേ? പീട്ടയാണ്, ഇല്ല ഗോട്ടയ അല്ല പീട്ടയ, സർദോസി യൂസ് ചെയ്തിട്ടുള്ള പീട്ടയ, മറ്റേ സർദോസി പീട്ട. അതുകൊണ്ട് അതിനൊരു ചെറിയ ഗോട്ടയുടെ ഛായ തോന്നിയത്. സ്റ്റഡഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതും കോട്ടൺ ലൈനിങ് ആണ് ആൻഡ് ഹാൻഡ് വർക്ക് നെക്ക് ലൈൻ പാറ്റേൺ, സറ്റൂൺ ബോട്ടം ആൻഡ് ഇത് മസ്ലിൻ ഫിനിഷിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കോഡും ലിങ്കും എല്ലാം തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ്. ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. സ്റ്റോഴ്സിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും ചെക്ക് ചെയ്തോളുക. ലിമിറ്റഡ് നമ്പർ ആണ്. പിന്നെ പറഞ്ഞാൽ സെയിം കിട്ടില്ല. എൻ്റെ ഫേസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐ ഹാഡ് ടു ഹെൽപ്പേഴ്സ് ടുഡേ ടു മേക്കപ്പ്. അത് ഒരാൾക്ക് 5, ഒരാൾക്ക് 4, 2 പേരും കൂടി എൻ്റെ ഫേസിൽ കയറി ഫുള്ളായിട്ട് കുറച്ച് ഗോൾഡ് ഐ ഷാഡോ ഒക്കെ ആയിട്ട് പലയിടത്തായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എന്തായാലും ദാറ്റ് ഈസ് വൺ സ്റ്റോറി. നമുക്ക് ഇന്നത്തെ സാരിയിലോട്ട് പോവാം. ഇറ്റ്സ് എ വെരി ലൈറ്റ് വെയ്റ്റ് ലിനൻ സാരി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിനൻ സാരിയുടെ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ലുക്കാണ്. അതിനകത്തെ ആ ഒരു ഡീറ്റെയിലിങ് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരു മോവ് ഷെയ്ഡിൻ്റെ കളർ വേരിയേഷൻ. അപ്പോൾ ഇതും ബഡ്ജറ്റ് റേഞ്ചിൽ 1599 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഭയങ്കര വെയിറ്റ് തീരെ ഇല്ല, കണ്ടോ ലൈക്ക് ഹൗ സോഫ്റ്റ്ലി ഇറ്റ് ഇസ് ഫോളോയിങ്. ഭയങ്കര വെയിറ്റ് കുറഞ്ഞ സാരിയാണ്. ഉടുക്കാനൊക്കെ കംഫർട്ടബിളാണ്, ഒതുങ്ങിക്കോളും. പിന്നെ ട്രാൻസ്പെറൻസി ലിനൻ്റെ ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് സ്ലൈറ്റ്ലി ലൈറ്റ് ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാറ്റേൺസിൻ്റെ അകത്ത് വിത്ത് ബനാറസി മോട്ടീവ്സും കൂടെ ആയിട്ട് ഗോൾഡൻ ഷെയ്ഡ്, അതൊരു ലൈറ്റ് മാറ്റ് ആൻറ്റി ഗോൾഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസും ഇതുപോലെയാണ് കേട്ടോ വരിക. ഈ പല്ലു പോലെ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഗോൾഡൻ ബേജ് ടോണിൽ ടിഷ്യൂ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൺലി 1599. അപ്പോൾ NN 189 എന്ന കോഡിലാണ് റൈറ്റ് നോ ഈ ഒരു ലുക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. മുന്നേ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 രീതിയിലും യൂസ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ടു ഗോഡി ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒക്കേഷൻ കൊടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഫിറ്റാണ്, ആപ്റ്റാണ്. 2 ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു വർക്ക് ആൻഡ് ദെൻ ഈവനിങ് നമുക്ക് എവിടെയെല്ലാം പോകണമെങ്കിൽ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ്. ഇപ്പോൾ എല്ലാവരും വെൻ എവറിബഡി ഈസ് റണ്ണിങ് അറൗണ്ട് ബിസി ഷെഡ്യൂൾസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗെറ്റ് ബാക്ക് ഹോം ഗെറ്റിംഗ് റെഡി മൈറ്റ് നോട്ട് ബി എൻ ഓപ്ഷൻ ഓൾവേസ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്കൊരു ഒക്കേഷനും വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയും കൂടെയാണ് NN 189. സിൽക്ക് ലിനൻ. ലിനൻ ഫാബ്രിക് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് പോലെ തന്നെയാണ് സിൽക്ക് ലിനൻ ഫാബ്രിക്. സിൽക്ക് ലിനൻ ഫാബ്രിക്കിനകത്ത് എപ്പോഴും നമ്മൾ കാണാറുള്ളത് വീവിങ് പാറ്റേൺസ് മാത്രമാണ്. ഇന്ന് വീവിങ് പാറ്റേണിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ഡിസൈൻസും കൂടെ ചെയ്ത് യുണീക്ക് ആക്കിയിരിക്കുന്ന ഒരു സാരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതുണ്ടോ, ഫുൾ സാരിയിൽ ത്രൂ ഔട്ട് ദ സാരിയിൽ ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന സാരീസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സിൽക്ക് ലിനൻ ഫാബ്രിക്കിനകത്ത് മെറ്റൽ പീത്തലിൻ്റെ ആൻറ്റിക് ഗോൾഡിൻ്റെ ടെമ്പിൾ ബോർഡർ വീവിങ് പാറ്റേണിൽ വന്നിരിക്കുകയാണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇൻഡിവിജ്വൽ ഗ്യാപ്സിൽ ഇങ്ങനത്തെ സർക്കുലർ ആയിട്ടുള്ള മെറ്റൽ പീത്തൽസ് ബോർഡേഴ്സായിട്ട് വന്നിട്ടുണ്ട്.
ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ. ഈ സാരിക്ക് ലിനൻ സാരീസ് പൊതുവേ നമുക്കറിയാവുന്നത് ഇച്ചിരി വെയിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇത് പക്ഷേ സിൽക്ക് ലിനൻ ആയത് കാരണം അത്രയും വെയിറ്റ് ഇല്ല, എന്നാൽ തീരെ വെയിറ്റ് കുറവുള്ള സാരിയല്ല. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ആ ഒരു ഓർഗൻസ ടച്ചും സിൽക്ക് ലിനിൻ്റെ, അതായത് സിൽക്കിൻ്റെ വീവിങ് പാറ്റേൺ വന്നേക്കുന്ന കാരണം ആ ഒരു രണ്ട് കോമ്പിനേഷനും കൂടെ റിച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഫെസ്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ പലരും പറയാറുള്ളൊരു പോയിൻ്റാണ് ഒരു ചെറിയൊരു ആൻറ്റിക് ഗോൾഡൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഗോൾഡിൻ്റെ ടിൻറ്റും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ അതേപോലത്തെ കോമ്പിനേഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബിഗ് ഫ്ലവേഴ്സ് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു ഓപ്ഷനാണ്. ഡാക്ക പാലറ്റിനകത്ത് ബിഗ് ഫ്ലവേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ബിഗ് ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സീനിയ ഫ്ലവേഴ്സിൻ്റെയും ഡാലിയ ഫ്ലവേഴ്സിൻ്റെയും കോമ്പിനേഷൻസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ടോണും അതുപോലെ തന്നെ ഒരു ബ്ലൂ ടോണും കൂടെ കോമ്പിനേഷൻ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നുണ്ടോ, കുഞ്ഞതായിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ സ്ട്രൈപ്സ് ആണ്. അപ്പോൾ ബോർഡറിന് ഇത് എഡ്ജിൽ വരുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മുടെ ബ്ലൗസിൽ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വാർഡ്രോബിൽ മജന്ത കളർ അല്ലെങ്കിൽ വാടാമുല്ല കളറിൽ ഒത്തിരി ഡിഫറെൻറ്റ് സാരീസ് കാണും. അതിലെല്ലാം തന്നെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നോക്കുന്നവർക്ക് RGD 355 എന്ന കോഡിൽ 9579 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നമ്മുടെ വാർഡ്രോബിൽ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ് www.aham.store.